ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ എന്നുള്ളൊരു പരീക്ഷ പഠിക്കുന്നതിന് മുമ്പേ എഴുതുക. മനസ്സിന് ഈസി ആയിട്ടുള്ള എന്തൊക്കെയോ പഠിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നൊരു കാര്യം മാത്രമാണ്. നേരെ മറിച്ച് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചോദിക്കും ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഇന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുസ്തകം എടുത്ത് തുറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ അറിയാം, അത് മേ ബി നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് മെമ്മറിയിൽ നിന്ന് സമ്മറൈസ് ചെയ്ത് എഴുതാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ എന്നുള്ളൊരു പരീക്ഷ പഠിക്കുന്നതിന് മുമ്പേ എഴുതുക. ഒരു അരമണിക്കൂർ ടെസ്റ്റ് നിങ്ങൾക്ക് സ്വയം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? മേ ബി ആ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് പകുതി മാർക്കേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 40% റീകോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ആ 40% അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഏതൊരു 60% അറിയാത്തതെന്ന് നിങ്ങൾക്കറിയാം. ആ അറിയാത്ത 60% നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയി വായിച്ചാൽ മതി, അല്ലെങ്കിൽ ആ അറിയാത്ത 60% നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താലും മതി. ഇവിടെ 2 പ്രോസസ്സാണ് നടക്കുന്നത്. ഒന്ന്, നമുക്ക് എന്തറിയാം അറിയില്ല എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുന്നു. ഈ ധാരണ ഇല്ലാതെ നമ്മൾ സാധാരണ പഠിക്കാനിരിക്കുക അല്ലേ? അപ്പോഴാണ് ഒരുപാട് സമയം പോവുക. രണ്ടാമത്തത്, ഈ ഒരു റീകോൾ പ്രോസസ്സ് നടക്കുമ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആക്ച്വലി അവിടെ നടക്കുന്നു. നമ്മുടെ ബ്രെയിനിനെ റിട്രീവ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിട്ട് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികളാണ് എക്സാമിന് ബെറ്റർ പെർഫോം ചെയ്യുക. നിങ്ങൾ എക്സാമിൽ ടോപ്പേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിച്ച ആളുകളായിരിക്കും, പരീക്ഷകൾ എഴുതി പഠിച്ച ആളുകളായിരിക്കും. അവർ ബോധപൂർവ്വം ചെയ്യുന്ന ആയിക്കൊള്ളുന്നില്ല, പക്ഷെ അതാണ് അവരെ എക്സാമിൽ മുന്നിലെത്തിക്കുന്ന കാര്യം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് മെത്തേഡ് എന്നുള്ളത് പരീക്ഷകളാണ്. കാരണം പരീക്ഷയിലാണ് ആക്ച്വലി റിട്രീവിങ് നടക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യാനുള്ളൊരു കാര്യം പരമാവധി പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ്. ആ പരീക്ഷകൾ ഒരു ലോ സ്റ്റേക്സ് പരീക്ഷകളാക്കി വെക്കുക. അതായത് നിങ്ങൾ തന്നെ എക്സാം പേപ്പേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ എന്നിട്ട് എഴുതാം. അത് എഴുതുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവും എവിടെയാണ് ഞാൻ സ്ട്രോങ്, എവിടെയാണ് വീക്ക്. ആ വീക്കായ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അവിടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാം. അല്ലാതെ എല്ലാ ടെക്സ്റ്റ് ബുക്കും കൂടി നമുക്ക് ഒരു മാസം കൊണ്ട് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഇത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ പഠനത്തിൽ ക്രമീകരിച്ച് നോക്കി നമുക്ക് ബെറ്റർ പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, സ്റ്റഡിങ് വിത്തൗട്ട് ടെസ്റ്റിംഗ് ഈസ് ട്രെയിനിങ് വിത്തൗട്ട് എ മാച്ച് പ്രാക്ടീസ്. മാച്ച് പ്രാക്ടീസ് ഇല്ലാതെ ട്രെയിൻ ചെയ്യുന്ന പോലെയാണ് ടെസ്റ്റിംഗ് ഇല്ലാതെ പഠിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് നമ്മുടെ പഠനത്തെ ഓറിയൻറ്റ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് നല്ല ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനെ, അനിയനെ അനിയത്തിയെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് കൃത്യമായി അറിയാത്തൊരു കാര്യം ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് ഗ്യാപ്പുകൾ ഉള്ളത്. ചിലപ്പോൾ അവർക്കൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആ ഭാഗങ്ങൾ പോയി ശരിയാക്കേണ്ടതുണ്ട്. ഈ ഒരു ആക്റ്റീവ് ഫീഡ്ബാക്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം. സാധാരണ ഈ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നത് ഒരു ആക്ച്വൽ പരീക്ഷയ്ക്ക് ശേഷം മാത്രമാണ്. എന്നാൽ ആക്ച്വൽ പരീക്ഷയ്ക്ക് ശേഷം മാത്രമല്ല, അല്ലാതെ തന്നെ ഈ ഒരു ആക്റ്റീവ് ഫീഡ്ബാക്ക് എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്രോഡ്ലി ഈ ഒരു മാസം നമ്മൾ കൂടുതൽ ഒരു ആക്റ്റീവ് റീകോൾ ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിലോട്ട് മാറാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവുകയും നമ്മൾ പഠിച്ചതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടാൻ ലഭിക്കുകയും ചെയ്യും. അവിടെ നമ്മൾ ഇനി എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ പേപ്പറുകളൊന്ന് അനലൈസ് ചെയ്യുക. എവിടെയാണ് എനിക്ക് മിസ്റ്റേക്സ് വന്നിട്ടുള്ളത്? ചിലപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൽ മാർക്ക് കുറവായിരിക്കും. ഫിസിക്സിൽ മാർക്ക് കുറവായതിൻ്റെ റീസൺ എന്നുള്ളത് ഫിസിക്സ് പരീക്ഷ നിങ്ങൾ മോശമായി എഴുതി എന്നുള്ളതുകൊണ്ടാവില്ല, അല്ലെങ്കിൽ ഫിസിക്സ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടാവില്ല. ചിലപ്പോൾ മാത്തമാറ്റിക്കൽ എറേഴ്സ് ആയിരിക്കും അല്ലേ? ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഡെസിബിൾസ് കാണുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ, റേഷ്യോ എന്ന് പറയുമ്പോൾ, അനുപാതം എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്ത അവസ്ഥ അല്ലേ? അല്ലെങ്കിൽ അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. കോവിഡ് സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്സായി പോയതായിരിക്കാം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സിലാണോ ശ്രദ്ധിക്കേണ്ടത്? അല്ല, നിങ്ങളുടെ മാത്സ് ശരിയാക്കുന്നിടത്താണ്. ചില ആളുകൾ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടാവാം. അപ്പം കുറച്ചുകൂടി ശ്രദ്ധ വേണം, നമുക്ക് മനസ്സിലാവും. ചില ആളുകൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റിന് 10 പോയിന്റ് എഴുതുന്നതിന് പകരം 6 പോയിന്റ് എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പം മനസ്സിലാവുന്നത് ഇവിടെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പഠനത്തെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ധാരണ കിട്ടും. ആ ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും അനലൈസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു ഉപമ പോലെ നമ്മൾ പറയും, ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം, എന്നൊന്നും മനസ്സിലാക്കാനില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. പരീക്ഷകൾ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പാണ്. അത് ഫീഡ്ബാക്കിനായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുക, എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക. ആ പ്രശ്നങ്ങളിൽ കൂടുതൽ ടെസ്റ്റുകൾ എഴുതാനും അവിടെ കൂടുതൽ പരീക്ഷകൾ എഴുതാനും ശ്രമിക്കുക. നമുക്ക് എപ്പോഴും എളുപ്പമുള്ള കാര്യം, നമ്മൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അത് നമ്മൾ പോയി പഠിക്കും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
ഇല്ല. കാരണം നമുക്ക് എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഹ്യൂമൻ ടെൻഡൻസി എന്നുള്ളത്. പക്ഷേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ എക്സാം ഹാളിൽ കിടക്കുമ്പോൾ എസ്പെഷ്യലി ഒരു ബോർഡ് എക്സാംസ്, പബ്ലിക് എക്സാംസ് എഴുതുന്ന ആളുകൾ, നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ പേരോ ഒന്നും ഈ പേപ്പർ നോക്കുന്ന ആൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഇംപ്രഷൻ നിങ്ങളുടെ പേപ്പറിലൂടെ ആദ്യം തന്നെ നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഈ പേപ്പർ നോക്കാൻ വരുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അന്ന് ഒരു ദിവസം ഒരുപാട് പേപ്പറുകൾ നോക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാളുടെ മൂഡിനനുസരിച്ചായിരിക്കും പലപ്പോഴും അയാൾ മാർക്ക് നൽകുക, അല്ലേ? മനുഷ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേപ്പർ കാണുമ്പോൾ അയാൾക്ക് നല്ലൊരു മൂഡ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ഒരു കഠിന പ്രയത്നം അതിൽ നടത്തേണ്ടതുണ്ട്. ആദ്യത്തെ ഒരു 2-3 പേജ് വളരെ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ വെട്ടുകളും തിരുത്തുകളൊക്കെ വരുമ്പോൾ വൃത്തിക്ക് വെട്ടേണ്ടി വരും. സ്വാഭാവികമായിട്ടും തെറ്റുകൾ എഴുതി വന്നാൽ വെട്ടേണ്ടി വരും. അതൊരൊറ്റ വെട്ടിൽ ഒതുക്കുക, അതിങ്ങനെ കുത്തി വരാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാത്രമല്ല, എക്സാമിൻ്റെ സമയത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. മാത്സിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് 2.5 മണിക്കൂർ, അതായത് 150 മിനിറ്റ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഏകദേശം 3-3.5 മിനിറ്റിൽ താഴെയാണ് എന്നുള്ള കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 4 മിനിറ്റിൽ അപ്പുറത്തോട്ട് പോയാൽ അത് അവിടെ സ്കിപ്പ് ചെയ്യാനും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വന്നിട്ട് ഈ സ്കിപ്പ് ചെയ്ത കാര്യം പിന്നീട് സമയമുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് പാടും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അടുത്തൊരു വാച്ച് ഉണ്ടാവണം. ആ വാച്ചിൽ നമ്മൾ എത്ര സമയം ഓരോ ക്വസ്റ്റ്യനും സ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ധാരണ വേണം. കാം ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് തിരിച്ചു വരാം എന്നുള്ള ഉത്തമമായ ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കിക്കൊണ്ട്, വളരെ കാമായിക്കൊണ്ട്, വളരെ നീറ്റായിക്കൊണ്ട് എക്സാം പേപ്പർ നിങ്ങളുടെ ആ ഒരു, എസ്പെഷ്യലി ഒരു പബ്ലിക് എക്സാം ആണെങ്കിൽ നിങ്ങളുടെ എക്സാം വാല്യൂ ചെയ്യുന്ന ആളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ ഒരു അവസാനത്തെ മാസം എന്നുള്ളത് ഒരു പാനിക്കിൻ്റെ മാസമല്ല, പേടിക്കേണ്ട ഒരു മാസമല്ല. നമ്മുടെ ജോബ് എന്നുള്ളത് ഒരുപാട് പഠിക്കുക അല്ലെങ്കിൽ ഹാർഡായിട്ട് പഠിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് സ്മാർട്ടായിട്ട് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ, നമ്മുടെ വീക്കർ ഭാഗങ്ങൾ മനസ്സിലാക്കി അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജിക്ക് വേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഒരു സ്മോൾ കൺസിസ്റ്റൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ബേസിലുള്ള പഠനം എന്നുള്ളത്, സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനം എന്നുള്ളത് നമ്മുടെ പഠനത്തെ വളരെ നന്നായി കൊണ്ടുപോകാൻ നമ്മൾ സാധിക്കും. നല്ലൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം. പ്ലാൻ എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്തൊരു പ്ലാനല്ല. നേരെ മറിച്ച് നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം. എന്താണ് നമ്മൾ അടുത്തൊരു മാസം ചെയ്യാൻ പോകുന്നത്? ആ ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ വേണം. ആ ധാരണ നമുക്ക് തരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാമാണ്, നമ്മുടെ പ്രീവിയസ് ടേം എക്സാംസിൻ്റെ മാർക്സ് ആണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. കൃത്യമായിട്ട് ഈ ഒരു മാസം വിനിയോഗിച്ചാൽ ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒരു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം, ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരുപാട് വലിയ കപ്പാസിറ്റികൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഇൻ്റലിജൻ്റ്ലി യൂസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക. നിങ്ങളുടെ പരീക്ഷകൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു.